വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് അധികമായില്ല. PV അൻവറിന്റെ രാജിയോടെ നിലമ്പൂർ വീണ്ടും പോളിംഗ് ബൂത്തിലെത്താനുള്ള സാധ്യതയാണ് മുന്നിൽ. അൻവറിന്റെ രാജിയോടും ഉപതെരഞ്ഞെടുപ്പിനോടും നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതികരണം. നിങ്ങൾ ലൈവ് ബ്രേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു മാറ്റം ഇവിടെ പ്രതീക്ഷിക്കുക? അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്താണ് ഇപ്പം തന്നെ കുറേ VS ജോയിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസാരങ്ങളൊക്കെയാണല്ലോ വന്നിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെ ഇനി വരാൻ പോരാൻ പൂരം വിളിച്ചറിയിക്കണമെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, അത് അത്ര തന്നെ പറയാനുള്ളൂ. ഇലക്ഷൻ ആർക്കും കൊണ്ടുവരാൻ കഴിയൂല. പിന്നെ 6 മാസം കഴിഞ്ഞാൽ ഇലക്ഷനാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ഇതിപ്പോൾ വേണ്ടില്ല എന്നുള്ളൊരു അഭിപ്രായം നമുക്ക്. ഇടക്കിടക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമല്ല, അതാണ് നമ്മളെ അഭിപ്രായം. അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം പോകട്ടെ. നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരാളാണ് അദ്ദേഹം. അതിന് പിടിച്ച് നാടിന് വേണ്ടിക്കാണ്ട് ചെയ്യട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. പോകുമ്പോൾ സംഘമായിട്ട് പോകണ്ട, നമ്മൾ ഒരുമിച്ചണം. അവിടെയുള്ള സ്നേഹം ഉണ്ടാവുകയുള്ളൂ, റഹമത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അടിയിലൊരു കച്ചറ ഉണ്ടാക്കുന്ന ദൈവം പിന്നെ അവൻ ഇഷ്ടപ്പെടില്ല. അവന് മാർക്കറ്റ് പറ്റ കുറച്ച് പിന്നെ അവിടെ ഓനെ നിർത്തലാണ്. പിന്നെ അവിടെ പോയിട്ടും കാര്യമില്ല. ഇനി ഓൻ ആരും എടുക്കില്ല, പേടിയാണ് ഓൻ എടുക്കാൻ എല്ലാവർക്കും. പിണറായി വിജയനിലൊരു മറ്റേ അടിയാണ് അൻവറിൻ്റെ രാജി. അതോടൊപ്പം തന്നെ അൻവർ ഉയർത്തിപ്പിടിച്ച മറ്റേ വിഷയങ്ങളൊക്കെ അത് ജനങ്ങളും അംഗീകരിച്ചേക്കണ്. അതേപോലെ തന്നെ ഭരണ സംവിധാനം അതിനെതിരെയൊക്കെ നടപടിയെടുത്തേക്കണം. അപ്പം അൻവറിനെ പോലുള്ള ആളുകൾ UDF സംവിധാനമായിട്ട് അടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ്. എന്തോ രാജിവെക്കേണ്ടതാണ്. ഇപ്പോൾ രാജിവെച്ചത് നല്ല തന്നെയാണ്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയില്ല. ഇലക്ഷൻ വന്നാൽ ഞങ്ങളെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഒരു ശക്തമായ പ്രസ്ഥാനം ഇവിടെ പുറത്തുള്ളപ്പോൾ അതിനെതിരെ പോരാടുകയല്ലേ, അതാണ് ധീരമായ നടപടി എന്ന് പറഞ്ഞത്. ഞങ്ങളെ മൂപ്പര് ഒരുപാട് ആക്ഷേപിച്ചിക്കണ് അൻവർ. നമ്മളതിനെതിരാണ്, മൂപ്പർക്ക് എതിരാണ്. നമ്മൾ കോൺഗ്രസിൻ്റെ ഇതിനൊപ്പം നിൽക്കുള്ളൂ. നമ്മൾ രാഷ്ട്രീയ വഞ്ചന നടത്തിയിട്ടാണ് നിലമ്പൂരിൻ്റെ ജനങ്ങളെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്തത്. സുശക്തമായൊരു പ്രസ്ഥാനം അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത് ഇട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ് അയാൾ പോയിട്ടുള്ളത്. ഞങ്ങൾ 2 വട്ടം വോട്ട് കുത്തിയല്ലോ, അതിനെ ദേഷ്യം തീർക്കുക. രാജിവെക്കുക, ഓരെന്നോ രാജിവെച്ച് പോകണം. നിങ്ങൾക്ക് ഇടതുവശത്ത് പോയി അന്നാണ് രാജിവെക്കണം.